ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിന്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്, ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്. ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിന്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-നും 800 കോടിക്കും ഇടയിൽ ഇതിന്റെ തുക വരും. അല്ല, ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിന്റെ ചെലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിന്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. അതുപോലെ ഗവൺമെന്റ് ലീഡർമാരെ 40ഓളം പേരെ പുതിയതായി നിയമിച്ചിട്ടുണ്ട്. നേരത്തെ നിയമിച്ചത് കൂടാതെ അതിൽ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ, സീനിയർ ഗവൺമെന്റ് ലീഡർ എന്ന തസ്തികകളിലേക്കാണ് നിയമിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് അറ്റോർണിയായിട്ട് ശ്രീ അനൂപ് നായരെ നിയമിച്ചു ഹൈക്കോടതിയിൽ. ഇത്തരം തീരുമാനങ്ങളാണ്, ഈ തീരുമാനങ്ങളെല്ലാമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്തത്. അല്ല, ഇത് ആദ്യഘട്ടത്തിലാണ് നമ്മളിത് നടപ്പാക്കുന്നത്. ഓർഡിനറി ബസ്സുകളിലാണ് നടപ്പാക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇത് ആദ്യഘട്ടത്തിൽ ഇതാണ് നടപ്പാക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നുമില്ല. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇത് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 750-800 കോടി രൂപ ഒരു വർഷത്തിൽ ഗവൺമെന്റിന് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ആദ്യ വർഷത്തിൽ തന്നെ. അത് KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അല്ല, ഓർഡിനറി ബസ്സിലാണല്ലോ ഇപ്പൊ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ സൗജന്യം ഉണ്ടാവും.
അല്ല അവിടുത്തെ സർവീസുകളിലെ 28% ഉള്ളൂ KSRTC